ഇനി അനിലയുടെ ഭർത്താവ് ജയൻ പറയുന്നത് നമുക്ക് കേട്ടിട്ട് എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. ജയനാണല്ലേ? എന്തൊക്കെ സുഖമാണോ? ഈ പറഞ്ഞത് കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. സങ്കടമുണ്ടോ മക്കളൊക്കെ വിട്ട് നിൽക്കുന്നതിൽ? ആരൊക്കെ ഉള്ളത് ജയനിപ്പോൾ? ഇപ്പം വൈഫ് മാത്രമേ. ഒരു മോനെ അടിച്ചു, അറിയാതെ അടിച്ചു പോയി, അത് ഒരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്താ അങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം? അതുവരെ വീട്ടുകാർ ചെയ്തതാണ്. ഇവരുടെ വീട്ടുകാർ ഏത് 3 സഹോദരിമാരാ? സഹോദരിമാര്. അവർക്ക് എന്താ ജയനോട് താമസിക്കുന്നതിൽ എന്താ അവർക്ക് എന്താ പ്രശ്നം? ആരും രക്ഷപ്പെടുന്നുണ്ടോ? ആരും ജീവിക്കുന്നുണ്ടോ? കണ്ടൂടാ. അയ്യോ ജയൻ, കരയല്ലേ ജയൻ. പോലീസ് കേസ് എന്താ ഇത്രയും വലിയതായിട്ട് നീണ്ടു കൊണ്ടുപോകാനുള്ള കാര്യം? ശരിയാണോ ഇവർ പറയുന്നത്? അറിയാതെ കൈയെഴുത്തിട്ട് വായിക്കാൻ അറിയില്ല, 4 വരിയേ ഉണ്ടായിരുന്നുള്ളൂ, കുറേ സ്ഥലം താഴെ ഉണ്ടായിരുന്നു, താഴെ ഒപ്പിടാൻ പറഞ്ഞു. ശരിയാണ്. പിന്നെ അവർ എഴുതി ചേർത്തതാണ്. അപ്പോൾ ഇവർ പരാതി കൊടുത്തതിന് ആയിട്ടാണ് കൈയെഴുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പരാതിയില്ല, എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ? അല്ല, അത് കോടതിയിൽ എന്നെ റിമാൻഡ് ചെയ്തല്ലോ, കോടതിയിലായല്ലോ കേസ്. അല്ല, നിങ്ങൾക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു വേറെ പോലീസുമായിട്ട്? ഇല്ലല്ല, വേറെ വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. അന്ന് എന്താ സംഭവിച്ചത്? പിണ്ണാക്ക് ഇളക്കി വെച്ചിരുന്ന, കാട്ടിന് കൊടുക്കുക ഇളക്കി വെച്ചിരുന്ന, ചട്ടുകൊടുത്ത് അടിച്ച്. അപ്പൊ ചൂടാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ പോലീസ് വന്നത് എപ്പോഴായിരുന്നു? പോലീസ് അന്നൊന്നും വന്നില്ല, അതിന്റെ പിറ്റേന്നാണ് വന്നത്. പിറ്റേന്ന് വന്നു. പത്രക്കാരെപ്പോ വന്നു? അന്ന് പിറ്റേന്ന് തന്നെ. ഞാൻ അന്ന് വന്നില്ല, അതിന്റെ പിറ്റേന്ന് വൈകിട്ടാണ് വന്നത്. അതിന്റെ പിറ്റേന്ന് രാവിലെ ഞാൻ പണിക്ക് പോയി. പണി ചെയ്ത വീട്ടിൽ ഒരു കൂട്ടുകാരമെന്ന് പറഞ്ഞു ഇങ്ങനെ പോലീസ് തിരക്കുന്നു. അങ്ങനെ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കേസ് ഇട്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊച്ചിനെ പൊള്ളിച്ചെന്ന് പറഞ്ഞ് പോലീസ് അറിയിക്കുന്നു പറഞ്ഞു. അത് ആരാ പരാതി കൊടുത്തെന്ന് പറഞ്ഞത്? പരാതി വൈഫാണ് കൊടുത്തതെന്ന് പറഞ്ഞു എന്നാണ് എന്നോട് വന്ന് പറഞ്ഞ കക്ഷി പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോ പത്രക്കാരൊക്കെ ഉണ്ടായിരുന്നോ? ഞാനങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെ ഞാൻ അങ്ങ് മോളിൽ കയറിപ്പോയില്ല. താഴെ വന്നപ്പോ പത്രക്കാരില്ലാണ്ട് അവിടെ താഴെ നോക്കിയപ്പോ അവര് കണ്ടപ്പോ ജയൻ അവിടെ നിന്ന് പൊക്കളഞ്ഞു. പിന്നെ രാത്രി ഒരു മോളിൽ റോഡിൽ എൻ്റെ അടുത്തറിയാവുന്നൊരു പാർട്ടിയുടെ പ്രവർത്തനമുണ്ട്. ആ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞപ്പം വൈഫിൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവ് മോനൂടെ ജീപ്പിൽ പോലീസിനെ കൊണ്ട് അവിടെ വന്നു എന്നെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിനു മുമ്പ് ഒരാളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലീസ് വരുന്നുണ്ട്, നീ ഇപ്പോൾ കിട്ടിയാൽ അവർ ഇടിച്ച് റെഡിയാക്കുമെന്ന് പറഞ്ഞു. വലിയ കേസാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോണത്. അത്രയും വലിയ കേസാണെന്ന്, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പറഞ്ഞു. അപ്പൊ അനിലെ പിന്നെ എപ്പോഴാ കാണുന്നത്? അനിലെ ഞാൻ പിന്നെ കാണുന്നത് എന്നെ പോലീസ് പിടിച്ചതിന് ശേഷം ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുവരപ്പോഴാണ് കാണുന്നത്. പോലീസ് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു? പോലീസ് തന്നെ കൊണ്ടുവന്നോ? 2-3 ദിവസം കഴിഞ്ഞു. എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുവന്നു പോലീസ് നിങ്ങളെ? പിന്നെ തെളിവെടുക്കാനായിട്ട് കേസ് ചാർജ് ചെയ്തു. മർദ്ദിച്ചോ നിങ്ങളെ? ഒരുപാട്. അയ്യോ, മനസ്സിൽ എന്തായിരിക്കും അപ്പോൾ? എന്തിനാ ഭാര്യ എന്ത് വലിയ കുറ്റമായിട്ട് കൊടുത്തു എന്ന് അനിലയുടെ പേരിലായിരുന്നു ദേഷ്യം അപ്പോൾ അല്ലേ? അപ്പോൾ എങ്ങനെ 3 സ്ഥലത്ത് കൊണ്ടുപോയി ഇടിച്ചോ? 2 സ്റ്റേഷനിൽ, കല്ലമ്പലം പള്ളിക്ക്. അവിടെ കൊണ്ട് ഇടിച്ചു. അവര് എന്താ കുറ്റം പറഞ്ഞുകൊണ്ട് ഇടിച്ചത്? അവരിത് പറഞ്ഞു എന്താ കൊച്ചിനെ ഇത് തന്നെ പോലീസ് പറഞ്ഞു വൈഫ് തന്നെ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അനിൽ കാണുന്നത് ഈ പോലീസ് കൊണ്ടുവരുമ്പോൾ, പോലീസ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ. അപ്പൊ അനിൽ എന്താ പോലീസോട് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. അയ്യോ ഇങ്ങനെ ഒന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞില്ലേ? ഒന്നും വേണ്ടിയില്ല. എന്താ അനിൽ അപ്പൊ പറയാമായിരുന്നില്ലേ പോലീസുകാരോട്? ഒന്നും പറഞ്ഞില്ല, എനിക്ക് പറയാനായിട്ട് വാക്ക് കിട്ടുന്നില്ല. ഞാൻ അതെങ്ങനെ വാക്ക് കിട്ടും? പോലീസ് വന്ന് ഭർത്താവിനെ കൊണ്ടുവന്ന് ഇടിച്ചു കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നിങ്ങളാണ് പരാതി കൊടുത്തെന്ന് പറയുന്നു. അപ്പൊ നിങ്ങളല്ലേ പറയേണ്ടത്? അനിലല്ലേ പറയുന്നത്? നേരത്തെ പറഞ്ഞിരുന്നു. ഇനി പറഞ്ഞു എന്നാലും ആ സമയത്ത് പറയണ്ട. എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നെ പിടിച്ചകത്താക്കൂന്ന് പറഞ്ഞു. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോലീസുകാർ ഇങ്ങനെ മാറി മാറി ചെയ്യണമെങ്കിൽ ഈ ഒരു ചെറിയ പ്രശ്നത്തിനോട് പോലീസുകാർ ഇത്രയും സമയം കളയോ? രാഷ്ട്രീയത്തിന്റെ പിടിയുണ്ട്. രാഷ്ട്രീയത്തിൽ പിടിയുണ്ട്. നിങ്ങളുമായിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചത് കാരണം ദേഷ്യമുണ്ട് അവർക്ക്. ഇവരിപ്പം ചെയ്ത പോലെ ചേട്ടത്തിക്ക് എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലല്ല പിടിയാണ്. അപ്പൊ അവരൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു വീട്ടുകാരുണ്ട്, അവരൂടെ വിളിച്ചു പറഞ്ഞാണ് ഇങ്ങനെ MLA ഒക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അത്രയും ഇതാക്കിയ പോലീസ്. എത്ര നാൾ കഴിഞ്ഞോ വിട്ടത് പുറത്ത്? ചാർജ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞു ജയിലിലാക്കിയിട്ട്. ജയിലാക്കിയോ? 3 മാസം. അപ്പോഴും നിങ്ങൾ പോയി പോലീസുകാരെ പോയി കണ്ടില്ലേ? കണ്ട്. ഞാൻ തന്നെ ജാമ്യത്തിൽ ഇറക്കിയ. ജാമ്യം കൊണ്ട് ചെന്നപ്പോൾ ആദ്യം അവിടെ ആ കോടതിയിൽ ഒക്കൂലെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു.
അങ്ങനെ വക്കീലിന്റെ പറഞ്ഞ ഹൈക്കോടതിയിൽ നിന്ന് എടുക്കാമെന്ന്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് എടുത്തത്. എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ നേരത്ത് അവളെ ചേട്ടത്തി പറഞ്ഞു, പോലീസുകാരെ ചോദിച്ച് അതൊക്കെ ആരും വരില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവളെ ചേട്ടത്തി പറഞ്ഞു ആരും വരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ ഇപ്പോഴും ചേച്ചിയുടെ സൈഡിൽ തന്നെ നിൽക്കുന്നത്? ഭർത്താവിന് അവര് സംശയമാണെങ്കിൽ സൈഡല്ല പറഞ്ഞത്. പക്ഷേ ഈ പത്രക്കാർ വന്നത് അവര് എന്റെ ചേട്ടത്തി അറിഞ്ഞില്ല, എന്റെ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തത്. നീയാണ് വിട്ടത്. പോലീസുകാരെ കൊണ്ടുവന്ന് ചേട്ടത്തിയാണല്ലോ. പോലീസുകാർ വന്ന് ഹസ്ബൻഡ് എവിടെയാണെന്ന് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ വിളിച്ച് എൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവിനെയും മോനെയും വിളിച്ച് നിങ്ങൾ കൂടെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ ചെന്ന്. അവിടെ നിങ്ങളുടെ വിരോധികൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പത്രക്കാരെ പറഞ്ഞു കൊണ്ടുവരാൻ? ഇവരെ ബന്ധക്കാർ തന്നെ വിരോധിയുണ്ട് തൊട്ടപ്പുറം.